സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കെവിനാണെങ്കിൽ ഈ നന്ദൻ ദേവികയോടും വീട്ടിലുള്ളവരോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ള വിവരം പറയാനായിട്ട് അരുന്ധതിയുടെ വീട്ടിൽ വരുമ്പം അരുന്ധതി പറയുന്നുണ്ട്, മതി, ഇനി ഇത് മുന്നോട്ട് പോയാൽ പ്രശ്നമാവും, എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതിനൊരു തീർപ്പുണ്ടാക്കണം. ഞാൻ തന്നെ നേരിട്ട് ദേവികയോടും പ്രഭാവതിയോടും പറഞ്ഞോളാം, അവരത്ര പ്രശ്നക്കാരൊന്നുമില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറയുമ്പം ഈ ഋഷിയാണ് ഈ പറയുന്നുണ്ട്, എന്തായാലും അമ്മ എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ തീരുമാനിച്ചേക്കല്ലേ, അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിക്കും, ഞാൻ ചന്ദ്രോത്തുള്ളവരെ എല്ലാവരെയും തീർത്തിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന്. അന്നേരം കെവിൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഋഷി പറയണത്, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണേ, എന്തായാലും നന്ദൻ സത്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് പ്രശ്നമാവും, നമ്മൾ കരുതിയതുപോലെ ഒന്നും ഇനി കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഇനിയിപ്പോൾ എനിക്ക് മരിക്കേണ്ട വന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ട് മാറില്ല, അമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണെങ്കിൽ ഞാനിവിടുന്ന് പോയിക്കോളാം. അന്നേരം ഈ അരുന്ധതി പറയുന്നുണ്ട്, മോനെ ഋഷി നീ എന്തൊക്കെയായി പറയണേന്ന് വയ്ക്കുമ്പം അമ്മ ഇപ്പോൾ അവരെ ന്യായീകരിക്കുന്നുണ്ടല്ലോ, എന്നാൽ ഞാനെല്ലാം മറക്കാം, എൻ്റെ ലീനയെ തിരിച്ചു തരാൻ പറ, അതുപോലെ തന്നെ എന്നെ കുറേ നാൾ ജീവചവം പോലെ കട്ടിലേക്ക് എടുത്തില്ലേ, എൻ്റെ ആ കാലഘട്ടവും തിരിച്ചു തരാൻ പറ, എന്നാൽ ഞാൻ ഇതിൽ നിന്നെല്ലാം പിന്മാറാം, അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണേന്ന് പറയുമ്പം കെവിനാണെങ്കിൽ അരുന്ധതിയോട് വന്നിട്ട് പറയുന്നുണ്ട്, മേഡം എന്തായാലും തൽക്കാലം ഋഷിയുടെ ഒപ്പം തന്നെ നിൽക്ക്, അവൻ എന്ത് പ്ലാൻ ചെയ്യണോ അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ നടന്ന കാര്യങ്ങൾ മേഡത്തെയും ഋഷിയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, എന്തായാലും ഞാൻ പോകാമെന്നും പറഞ്ഞ് കെവിൻ പോകുന്നുണ്ട്. കെവിൻ പോയി കഴിഞ്ഞതും നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പം ഋഷി വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, എന്നാലും മോനെ ഋഷി ഇനി ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പം അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പറഞ്ഞ് ഋഷി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികേനെയാണ്. രാധികയാണെങ്കിൽ ഭയങ്കര തലവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശാരിക മരുന്ന് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. കൊടുത്തതും ശാരിക രാധികയോട് പറയുന്നുണ്ട്, നല്ല വേദന ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബാമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിത്തരാം, പെരട്ടി മാറിക്കോളൂ എന്ന് പറയുമ്പം ഇല്ല മോളെ ഭയങ്കര തലവേദന, എന്നാൽ അമ്മ ഒരു ഗുളിക കഴിച്ചോ, ഇപ്പം അച്ഛൻ എന്തെടുക്കുവാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ദേവിക മോളുടെ കാര്യത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് കിടക്കാമെന്ന് പറയുന്ന സമയത്ത് ശാരിക കൂടി എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ ഒന്നും ആലോചിച്ച് ടെൻഷനാവുമൊന്നും വേണ്ട, എന്തായാലും ചേച്ചി എല്ലാത്തിനും ഒരു തീരുമാനം ഇതോടുകൂടി കണ്ടെത്തുമെന്ന് പറയുമ്പോൾ എനിക്ക് നന്ദൻ്റെ കാര്യം ഓർത്തിട്ടാ ഞാൻ സിദ്ധാർത്ഥ സാറിനോട് പറഞ്ഞിരുന്നു മോളുടെയും നന്ദൻ്റെയും ജീവിതം ഒന്ന് ശരിയാക്കി കൊടുക്കാം. അപ്പോൾ സിദ്ധാർത്ഥ സാറ് പറഞ്ഞത് അധികം വൈകാതെ എല്ലാം നേരെയാവുന്ന, അത് സാറ് പറഞ്ഞത് നേരെ അച്ഛാ, എത്രയും പെട്ടെന്ന് ചേച്ചി അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട്, എന്നെ തല്ലിയതൊന്നും കാര്യമാക്കണ്ട, അത് മനഃപൂർവ്വം അല്ലല്ലോ, പിന്നെ നന്ദൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതങ്ങോട്ട് മറന്നു കളയണം, ഒന്നുമില്ലെങ്കിലും താലി കെട്ടിയവനല്ലേ, അവന് വേണ്ടി കുറച്ച് തോറ്റു കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതെന്താ താലി കെട്ടിയവൻ്റെ മുന്നിൽ സ്ത്രീകൾ തോറ്റു കൊടുക്കണമെന്ന് അങ്ങനെ വല്ല നിയമമുണ്ടോ, അങ്ങനെയാണെങ്കിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുത്ത ആളുടെ മുന്നിലും പുരുഷന്മാർക്ക് തോറ്റു കൊടുക്കാൻ പാടില്ലെന്ന് ചോദിക്കുമ്പോൾ മാധവൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളായി പറയണേന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവിക വന്നതും എന്തായി മോളെ, ഒന്നുമില്ല അച്ഛാ, ഹരിയങ്കിൾ വന്നിട്ടുണ്ട്, ഹരിയങ്കിൾ ചിലപ്പോൾ അച്ഛനെ കാണാൻ ഇങ്ങോട്ട് വരുമായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ ഹരിസാറ് പെട്ടെന്ന് വന്നാൽ ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ. അന്നേരം ശാരിക പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാനുണ്ട്, നന്ദേട്ടൻ്റെ കാര്യത്തിൽ ഇതോടുകൂടി ഒരു തീരുമാനമാവും എന്ന് പറയുമ്പോൾ ഈ മാധവനും രാധികയും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് രാധിക ചോദിക്കുന്നുണ്ട്, എന്താ ശാരി നീ പറയണേന്ന് ചോദിക്കുമ്പോൾ വേഗം തന്നെ ദേവികയ്ക്ക് സംശയം തോന്നിയിട്ട് ദേവിക പറയുന്നുണ്ട്, എൻ്റെ ശാരി നീ ഒന്നും മിണ്ടാട്ടിരുന്നേ, വന്നേ നമുക്ക് പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ശാരികേനെയും വിളിച്ചുകൊണ്ട് ദേവിക പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ മാധവനാണെങ്കിൽ രാധികയോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടികൾ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മാധവേട്ട, ചില സമയത്ത് ഈ കുട്ടികളുടെ സംസാരം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവാറില്ല എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇസബല്ലയുടെ പാപ്പ വരുന്നുണ്ട്. പാപ്പ വന്നതും എന്തൊക്കെയാണ് ബെല്ല ഞാൻ ഈ കേൾക്കണേ, എന്തൊക്കെയാണ് അവിടെ നടക്കണേന്ന് ചോദിക്കുമ്പം അത് ഒന്നും പറയണ്ട പാപ്പ, അന്ന് ദേവികയുടെ അച്ഛന് നന്ദൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടല്ലോ, അതിന് ചോദിക്കാൻ വേണ്ടിയിട്ട് ദേവിക അവിടെ ചെന്ന സമയത്ത് നന്ദൻ്റെ BP കൂടി, അവനങ്ങനെ ആ ദേഷ്യത്തിൽ ഉള്ള സത്യങ്ങളെല്ലാം വീട്ടുകാരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞു. അന്നേരം പാപ്പൻ പറയുന്നുണ്ട്, എന്തൊരു മണ്ടത്തരാ നിങ്ങൾ ഈ ചെയ്തത്, എന്നാലും അവൻ ഇത്ര ബുദ്ധിയില്ലാത്തവനായിപ്പോയോ, അവൻ
എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, എന്തായാലും അവളങ്ങനെ പെട്ടെന്നൊന്നും അവന് ഒറ്റ കൊടുക്കുമെന്ന് തോന്നണില്ല. അവൾ ഭർത്താവിനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് തന്നെ അത് ഒതുക്കി തീർക്കാനേ നോക്കുള്ളൂ എന്ന് പറയുമ്പം പാപ്പൻ പറയുന്നുണ്ട്, അതൊക്കെ വെറും തോന്നലാ നിൻ്റെ. അവൾ ആദർശവും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണ ഒരു MLA, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവളിത് കേസാക്കും. എന്തായാലും നീയും കെവിനും ഒന്ന് സൂക്ഷിക്കണം. അതെന്തിനാണ് ഞങ്ങൾ സൂക്ഷിക്കണേന്ന് ചോദിക്കുമ്പം അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇനി സിദ്ധാർത്ഥൻ്റെയും ദേവികയുടെയും നീക്കങ്ങളാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. അവർ ഏത് രീതിക്ക് നീങ്ങിയാലും അതിനെ തടയിടാൻ നമുക്ക് പറ്റണം. അതുമാത്രമല്ല, നിനക്കും കെവിനും ഇതിൽ കാര്യമായ ദോഷം സംഭവിക്കുകയും ചെയ്യും. അതെന്താ പാപ്പ അങ്ങനെ പറയണത്? അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പം ഇതിൻ്റെ എല്ലാ ആസൂത്രണം നിങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ജാഗ്രതയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ പോവാമെന്നും പറഞ്ഞ് ഈ പാപ്പം പോകുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞതും ഇസബെല്ലയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രോത്തേക്ക് ഈ ഹരിയങ്കിൾ എന്ന് പറയുന്ന ആൾ വരാണ്. അത് വന്ന് ഡോർ ബെല്ലടിച്ചതും പ്രഭാവതി ഒന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ആ സമയത്ത് ഹരിയെ കണ്ടതും പ്രഭാവതി ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഹരിയേട്ടൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ വരുന്ന വഴി തന്നെ പ്രഭേനെയും സിദ്ധുവിനെയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാന്ന് പറയണം. അന്നേരം പ്രഭാവതിയുടെ മുഖത്താണെങ്കിൽ ഒരു തെളിച്ചോ ഇല്ല. എന്നാലും പ്രഭാവതി പറയുന്നുണ്ട്, ഹരിയേട്ടൻ ഒറ്റയ്ക്കാണുള്ളൂ, ഏടത്തി വന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, അവൾക്ക് എന്തോ എമർജൻസി കേസ് ഉള്ളതുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു. ഹരിയേട്ടൻ അകത്തേക്ക് കയറി വാന്നും പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അകത്ത് ചെന്നതും അയാളോട് ഇരുന്നതിന് ശേഷം സിദ്ധു ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം ഹരിയേട്ട സിദ്ധു കുളിക്കുക ഇപ്പോൾ വരും. അപ്പം നന്ദനു എന്ന് ചോദിക്കുമ്പം നന്ദനു ഇവിടെ ഉണ്ട്. ഹരിയേട്ട എനിക്കൊരു ഉപകാരം ചെയ്യണം, നന്ദനെ എങ്ങനെയും രക്ഷിക്കണം, അവൻ പാവ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊരു കയ്യബദ്ധം പറ്റിയതാന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്ന സമയത്ത് ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട്, അവനക്ക് കയ്യബദ്ധം പറ്റിയതാന്ന് പറയാൻ പ്രഭ ആ കുറ്റം കണ്ടേർന്നു എന്ന്. അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ഹരിയേട്ട, നന്ദൻ പറഞ്ഞതല്ല നീ വിശ്വസിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് അതല്ല, നന്ദൻ അങ്ങനെ നുണ പറയേണ്ട കാര്യമില്ലല്ലോ, അവൻ പാവമല്ലേ, അവൻ നുണയൊന്നും പറയാറില്ല എന്ന് പറയുമ്പം ഈ ഹരിയേട്ടൻ പറയുന്നുണ്ട്, അത് നുണ പറയാത്ത ആളല്ലേ ഒരാളെ കൊന്നേക്കണേ, ഒരാളെ കൊല്ലാൻ മടിയില്ലാത്ത ആൾക്ക് നുണ പറയാനാണോ പാട്? ആ സമയത്ത് പ്രഭാവതി വീണ്ടും കൈകൂപ്പി പറയുന്നുണ്ട്, നന്ദനെ ജയിലിലേക്ക് അയക്കരുത്, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി അവനെ രക്ഷിക്കണം എന്ന് പറയുമ്പം ഞാനിപ്പോൾ അവനെ ജയിലിലേക്ക് വിടാൻ വേണ്ടി വന്നതൊന്നുമല്ല, സിദ്ധു എന്നോട് വരാൻ പറഞ്ഞു, അപ്പം നിങ്ങളെല്ലാവരെയും കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ജയിലിലേക്ക് വിടുന്നതിന് മുമ്പ് കോടതിക്ക് ഒരു നിയമമുണ്ടല്ലോ, വാദിയോടും പ്രതിയോടും കാര്യങ്ങൾ ചോദിക്കണം, അതുപോലെ ചോദിക്കാനായിട്ട് വന്നതാണ്. എന്തായാലും പ്രഭ സമാധാനമായിട്ടിരിക്കുക, പോയി നന്ദനെ വിളിച്ചുകൊണ്ടാന്ന് പറയുന്നു. അങ്ങനെ പ്രഭാവതി നന്ദനെ വിളിക്കാൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഈ ഹരിയേട്ടൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ദേവിക മോളാന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് മോളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുക അങ്കിള് വീട്ടിലെത്തിയോ, അങ്കിളിനെ ഞാൻ പിക്ക് ചെയ്യാൻ വന്നോന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ, ഞാനിവിടെ ചന്ദ്രോത്തുണ്ട്, മോള് വരാറായോ എന്ന് ചോദിക്കുമ്പം എനിക്ക് രാവിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഹരിയങ്കിളെ, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, അധികം വൈകില്ല, പെട്ടെന്ന് തന്നെ വരുമെന്ന് പറയുമ്പം ധൃതി പിടിക്കുകയൊന്നും വേണ്ട, എല്ലാം കഴിഞ്ഞ് സാവകാശം വന്നാൽ മതി, മോളും കൂടി വന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ഈ സമയത്ത് നമ്മളുടെ മുരളിക്കാണെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കണത് എന്നാന്നൊന്നും അത്ര മനസ്സിലാവണില്ല. മുരളി പക്ഷേ ദേവികയോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കണമില്ല, ദേവിക ഒന്നും പറയണമില്ല. അങ്ങനെ ഹരിയേട്ടൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രഭാവതി ചെന്നിട്ട് നന്ദനോട് പറയുന്നുണ്ട്, നന്ദ ഹരിയേട്ടൻ വന്നിട്ടുണ്ടെന്ന്. ആ സമയം നന്ദൻ ചോദിക്കുന്നുണ്ട്, ആര്, ഹരിയങ്കളോ ആൻറ്റി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, എന്തായാലും നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഹരിയേട്ടൻ പറഞ്ഞ് നിന്നോട് താഴേക്ക് വിളിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞ് എന്നെ വിട്ടതാന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എന്ത് സംസാരിക്കാനാ, എൻ്റെ കാര്യങ്ങളൊക്കെ ഹരിയങ്കൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു വിളിച്ച എല്ലാ കാര്യങ്ങളും ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അതിൽ മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹരിയേട്ടൻ ഇങ്ങോട്ട് വന്നേക്കണേ, നീ താഴെ ചെല്ലുമ്പോൾ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം പറയാം അമ്മേ, പക്ഷേ കെവിൻ്റെയും ഇസബെല്ലയുടെയും പങ്കിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല അമ്മേ, അവരെ ഞാൻ ഒരിക്കലും ഒറ്റ കൊടുക്കില്ല, അവർക്ക് ഞാനത് വാക്ക് കൊടുത്തേക്കണേന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും മോനെ, പറയുമ്പോൾ എല്ലാം വ്യക്തമായി പറഞ്ഞാലല്ലേ അവർക്ക് പിന്നീട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയറായിട്ട് പറയാമേ, ഈ ഒരു കാര്യം മാത്രം ഞാൻ അവരോട് പറയില്ല, എന്തായാലും ഞാൻ പറയുമ്പോൾ അമ്മ മിണ്ടാതിരുന്നാൽ മതി, അമ്മ ഒന്നും കയറി പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഈ പ്രഭാവതി ആണെങ്കിൽ വിഷമത്തോടു കൂടിയാണെങ്കിലും സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനും ഹരിയും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ദേവിക വരാണ്. ദേവികയെ കണ്ടതും ഈ ഹരിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വിശേഷം എന്ന് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പം അതിന് പറ്റിയ സാഹചര്യം അല്ലാന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊരു കാര്യം പറയാം, എല്ലാം ശരിയാകും, ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞ് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയണു. പിന്നീട്
മുരളി വീട്ടിലേക്ക് ചെല്ലുമ്പം ഭാർഗവി വന്നിട്ട് മുരളിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പോയിട്ട് പോകുന്നത്, ദേവിക എവിടെ? ആ സമയം മുരളി പറയുന്നുണ്ട്, ദേവികയെ ഞാൻ ചന്ദ്രോത്തെ ഇറക്കി വിട്ടിട്ടാണ് വന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, അപ്പം ചെന്നാൽ മതി എന്നാണ് പറഞ്ഞതെന്ന് പറയണു. അന്നേരം അമ്മ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചന്ദ്രോത്ത് വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്, എന്തായാലും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ, നന്ദമോൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ അവിടം വരെ ഒന്നും പോയില്ലല്ലോ എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് അമ്മ അങ്ങോട്ട് പോവാതിരിക്കണേ നല്ലത്, അവിടെ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുകയെന്ന് പറയുമ്പോൾ എന്ത് ചർച്ചയാണ് നടക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് മാധവനങ്ങളിനെ തല്ലിയ ആ ഒരു കാര്യത്തിന് വേണ്ടി ആര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നേക്കണേ എന്നാണ് തോന്നണത്. എന്തായാലും അമ്മ ഈ സമയത്ത് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, പ്രഭക്കുഞ്ഞ് ഒറ്റയ്ക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അതിനിപ്പോൾ അമ്മ ചെല്ലണമെന്നൊന്നുമില്ല, അമ്മ ഇല്ലെങ്കിലും അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ ഭാർഗവിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാവണില്ല. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, ഒരാൾക്ക് ഒരാപത്ത് വരുന്ന സമയത്തല്ലേ നമ്മളൊന്ന് പോയി ആശ്വസിപ്പിക്കേണ്ടത്, അതുകൊണ്ട് ഞാനൊന്ന് പ്രഭക്കുഞ്ഞിനെയും നന്ദനെയും കണ്ട് ആശ്വസിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, മുരളിയേട്ടൻ പറഞ്ഞത് നേരെ അമ്മ ഇപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് പോകണ്ട, എന്തായാലും ദേവികയുടെയും നന്ദൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിരിക്കും ഹരിയങ്കിൾ വന്നേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവികയോട് ഹരിയേട്ടൻ പറയുന്നുണ്ട്, നന്ദനെയും പ്രഭാവതിയെയും വിളിച്ചുകൊണ്ട് പോകാൻ മോളേന്ന്. അങ്ങനെ ദേവിക നന്ദനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നന്ദനാണെങ്കിൽ ഹരിയങ്കളുടെയും സിദ്ധാർത്ഥൻ്റെയും നടുവിലായിട്ട് സെറ്റിയിലിരിക്കുന്നുണ്ട്. ഇവരുടെ സംസാരം കേൾക്കാനായിട്ട് പ്രഭാവതിയും ദേവികയും ഇവരുടെ സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഹരിയേട്ടനാണെങ്കിൽ ഈ നന്ദൻ്റെ ഭാവങ്ങളൊക്കെ നല്ലോണം നോക്കി മനസ്സിലാക്കുന്നുണ്ട്. നന്ദൻ്റെ പ്രകടനത്തിൽ നിന്ന് തന്നെ നന്ദൻ എന്തൊക്കെയോ കള്ളങ്ങൾ മറയ്ക്കുന്നുണ്ടെന്ന് ഹരിയേട്ടന് മനസ്സിലാകുന്നുണ്ട്. ഈ സമയം നന്ദനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഈ സിദ്ധാർത്ഥൻ്റെയും ഹരിയേട്ടൻ്റെയും അതുപോലെ ദേവികയുടെയൊക്കെ മുഖത്തേക്ക് മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.